നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിൻ്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ചോദ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ ബേസിക് ആയിട്ട് നമ്മുടെ ഡിവിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് പേരെ കുഴപ്പിച്ച ഒരു ചോദ്യം കൂടെയാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ആ PSC ചോദിച്ച ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ശരി, ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 ആണ്. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 ആണ്. വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 6ആയും 15 ശിഷ്ടമായും ലഭിക്കും. എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 ആണ്. ഇതിൽ വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എന്ന് പറഞ്ഞാൽ 6. ഇനി റിമൈൻഡർ ശിഷ്ടം കിട്ടുന്നത് എത്രയാണ്? 15 ശിഷ്ടമായിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ ഈ ചോദ്യത്തിൽ രണ്ട് സംഖ്യകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഒരു എക്സാമ്പിളാണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 20 എന്ന് പറയുന്ന ഒരു സംഖ്യയെ 20 എന്ന് പറയുന്ന ഒരു സംഖ്യയെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 20നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 6 പ്രാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. ശിഷ്ടം എത്ര വരും? 2 എന്ന് പറയും. ശിഷ്ടം 2 എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടെ 20നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എന്താണ് ഈ പറയുന്ന ഹരണഫലം 6 എന്നും ശിഷ്ടം എത്രയെന്നും കിട്ടി? 2 എന്നൊക്കെ പറഞ്ഞു കിട്ടി. ഇതിനകത്ത് ഈ പറയുന്ന 20നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 20 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ്? 20 എന്ന് പറഞ്ഞാൽ 20നെ നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെയുള്ള 3 × ഇവിടെയുള്ള 6, ഈ 3നെ നമ്മൾ പറയുന്നത് ഹാരകം എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഡിവൈസർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഈ 3ഉം 6ഉം തമ്മിൽ ഗുണിക്കും. 3 × 6 പ്ലസ് എന്താണ്? ഇവിടത്തെ ശിഷ്ടമായ 2ഉം കൂടെ കൂട്ടിയാൽ മതി. അതായത് 3 × 6 എത്ര? 18ഉം 2ഉം കൂടെ ചേർന്നതാണ് നമ്മുടെ എന്ത്? ഈ 20 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു നോക്കാം. ഞാൻ 7നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 7നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ എത്ര കിട്ടി? 6 എന്ന് പറഞ്ഞു കിട്ടും. ശിഷ്ടം എത്ര? 1. വീണ്ടും നമുക്ക് പറഞ്ഞു നോക്കാം. ഈ 2, 3ഉം തമ്മിൽ ഗുണിക്കുമല്ലേ? 2 × 3 പ്ലസ് ഈ 1ഉം കൂടെ കൂട്ടുമ്പോൾ 2 × 3 എന്ന് പറഞ്ഞാൽ 6ആണ്. 6ഉം 1 നമുക്ക് എന്ത് തന്നെ കിട്ടി? 7 കിട്ടി. ഓക്കെ ആണോ? ആ ഡിവിഷൻ്റെ ആ റൂൾ പോകുന്ന മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എഴുതുന്ന സാധനത്തിന് ഇവിടെ വരുന്ന നമ്പറിനെ നമ്മൾ ഡിവിഡൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഡിവിഡൻഡ്. ഇവിടെ എഴുതുന്നത് ഡിവൈസർ. മേളിൽ നമ്മൾ എഴുതുന്നത് കോഷ്യന്റ് എന്ന് പറയും. നമുക്ക് താഴെ കിട്ടുന്നത് റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ആ വാക്കുകളൊന്ന് പരിചയപ്പെടാം അല്ലേ? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ ഡിവിഡൻഡ് എന്ന് പറയും. ഇനി ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിനെ ഡിവൈസർ എന്ന് പറയും. മേളിലുള്ളതിനെ നമ്മൾ കോഷ്യന്റ് എന്ന് പറയും. താഴെ കിട്ടുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? റിമൈൻഡർ എന്ന് പറയും. അതിന് തത്തുല്യമായ മലയാളം വാക്കുകളോട് ഒന്ന് പറഞ്ഞു പോവാം. ഈ ഡിവിഡൻഡിനെ നമ്മൾ പറയുന്നത് ഹാര്യം എന്ന് പറയും. ഡിവൈസറിനെ നമ്മൾ ഹാരകം എന്ന് പറയും. കോഷ്യന്റിനെ നമ്മൾ ഹരണഫലം എന്നാണ് പറയുന്നത്. കോഷ്യന്റിനെ പറയുന്നത് ഹരണഫലം എന്ന് പറയും. ഇനി റിമൈൻഡർ നമുക്ക് എല്ലാവർക്കും അറിയാം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം എന്നാണ്. ശരി, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റൂൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വരാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസറും കോഷ്യന്റും തമ്മിൽ ഗുണിക്കും. അതിൻ്റെ കൂടെ എന്ത് കൂട്ടും?
റിമൈൻഡർ കൂട്ടും. റിമൈൻഡർ കൂട്ടി പറയും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈ പറഞ്ഞ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് എന്നാണ് റിമൈൻഡർ. അപ്പോൾ ഒന്നും കൂടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നാണ്. ആ ഒരു റൂൾ കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് വരാം. ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? ഈ പറഞ്ഞ 20നെ നമ്മൾ 3 കൊണ്ട് ഭാഗിക്കുന്നത്. ഈ ഒരു എക്സാമ്പിളാണ് അല്ലേ? 20നെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്കറിയാം. മേളിൽ ഹരണഫലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. താഴെ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി? 2 എന്ന് പറഞ്ഞ് കിട്ടി. അതായത് ഈ 20നെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും? 20നെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? 3 ഇൻറ്റു ഇവിടെ ഉള്ള 3 ഇൻറ്റു ഇവിടെ ഉള്ള 6 കണ്ടോ? 3 ഇൻറ്റു 6 പ്ലസ് താഴെയുള്ള ശിഷ്ടം കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ 20 കിട്ടുന്നത്. ഓക്കെയാണ്. അതേപോലെ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറയണ 7 നമുക്ക് എങ്ങനെ കിട്ടും? ഈ 2, 3 തമ്മിൽ ഗുണിക്കണം. അതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ശിഷ്ടമായ ഒന്നും കൂടെ കൂട്ടിയാൽ മതി, 7 കിട്ടും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് അതാത് പൊസിഷനിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എഴുതുന്ന നമ്പറിനെ അല്ലെ, നമ്മൾ ഡിവിഷനിൽ ഈ ഒരു ഭാഗത്ത് എഴുതുന്ന നമ്പറിനെ ഡിവിഡൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാര്യം എന്ന് പറയും, ഹാര്യം എന്ന് പറയും. ഇവിടെ എഴുതുന്ന നമ്പറിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും, അല്ലെ ഹാരകം എന്ന് പറയും. മേളിൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ കോഷ്യന്റ് എന്നാ പറയാറ്. അപ്പോൾ അതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഹരണഫലം എന്നാണ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹരണഫലം എന്നാണ്. ഹരണഫലം. താഴെ കിട്ടുന്നത് എന്താണ്? റിമൈൻഡർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടെ ആ റൂള് പറഞ്ഞു നോക്കാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നാണ്. റൂൾ ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1365 എന്നല്ലേ പറഞ്ഞിരിക്കുന്ന? 1365. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിൽ വലിയ സംഖ്യയെ ഞാൻ y എന്നും ചെറിയ സംഖ്യയെ ഞാൻ x എന്നും പറഞ്ഞെടുക്കും. അപ്പോൾ ഒന്നും കൂടെ ആദ്യമേ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോണേ. വലിയ സംഖ്യ ഞാൻ എന്തെടുത്തു? y എന്ന് പറഞ്ഞെടുത്തു. ചെറിയ സംഖ്യ ഞാൻ എന്തെടുത്തു? x എന്ന് പറഞ്ഞെടുത്തു. ഓർമ്മിച്ചോളണേ. അപ്പോൾ വലിയ സംഖ്യ ഞാൻ y എന്നെടുത്തു, ചെറിയ സംഖ്യ x എന്നെടുത്തു. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട്? 1365 തന്നിട്ടില്ലേ? രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 അല്ലേ? അപ്പം വ്യത്യാസം നമുക്ക് പറഞ്ഞു നോക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഖ്യയെ y എന്നും ചെറിയ സംഖ്യ x എന്നും പറഞ്ഞെടുക്കണമെങ്കിൽ വ്യത്യാസം നമ്മൾ എങ്ങനെ പറയും? y മൈനസ് എക്സ് അല്ലെ? രണ്ട് സംഖ്യകളുടെ വ്യത്യാസം അത് എത്രയാണ്? 1365 ആണ്. 1365. ക്ലിയർ ആണ്. അപ്പോൾ ഒന്നും കൂടെ, വലിയ സംഖ്യയെ ഞാൻ y എന്ന് പറഞ്ഞെടുത്തു, ചെറിയ സംഖ്യ ഞാൻ x എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഇവന്മാർ തമ്മിലുള്ള വ്യത്യാസം വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ, അല്ലെങ്കിൽ y മൈനസ് x എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 1365 എന്ന് പറഞ്ഞിട്ടും 1365. ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് വലിയ സംഖ്യയായ y-നെ ചെറിയ സംഖ്യയായ x കൊണ്ട് ഹരിക്കുമ്പോൾ, ഒന്നും കൂടെ, വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ, വലിയ സംഖ്യയായ y-നെ ചെറിയ സംഖ്യയെ x കൊണ്ട് ഹരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഹരണഫലം, അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 കിട്ടും. ഇനി 15 ശിഷ്ടമായിട്ടും കിട്ടും എന്നാ പറഞ്ഞത്. റിമൈൻഡർ എത്രയും കിട്ടും? 15 എന്നും കിട്ടും. അപ്പോൾ ഒന്നും കൂടെ, വലിയ സംഖ്യയായ y-നെ അല്ലെങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 15 ആണ്. ഓക്കെ ആണോ? നമ്മൾ ഇങ്ങനെ എഴുതി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നല്ലേ? അതായത് നമുക്ക് പറയാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിവിഡൻഡായ y എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് എന്നല്ലേ? അതായത് x ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ, x ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 6x പ്ലസ് ശിഷ്ടമായ റിമൈൻഡറായ 15. ഓക്കെ ആണോ? അപ്പോൾ y എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പറഞ്ഞ ഡിവിഷന്റെ റൂൾ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? y എന്ന് പറഞ്ഞാൽ x ഇൻറ്റു 6, അതായത് 6x എന്ന് പറയാം, പ്ലസ് എന്തായിരിക്കും? 15 ആയിരിക്കും. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ y ഇപ്പൊ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? y എന്താണ്? y ഈക്വൽ ടു 6x പ്ലസ് 15 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. y ഈക്വൽ ടു 6x പ്ലസ് 15 എന്ന്. ഇതെടുത്ത് എവിടെ ഇട്ട് കൊടുക്കാം? ഇവിടെ y യുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാമോ? ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും?
അവിടെ വൈക്ക് പകരം ഞാൻ 6x+15 എന്നിട്ട് കൊടുക്കുകയെ. അപ്പോൾ ഇവിടെ നമുക്ക് y ഈക്വൽ ടു കിട്ടി. അപ്പോൾ അവിടെ വൈക്ക് പകരം ഞാൻ എന്ത് പറയും? 6x+15 അവിടെ ഇനി എന്തുണ്ട്? ഒരു മൈനസ് എക്സ് എന്നും കൂടെ ഉണ്ട് അല്ലേ? മൈനസ് എക്സ് എന്നും കൂടെ ഉണ്ടല്ലോ. അതായത് മൈനസ് എക്സ് ഈക്വൽ ടു 1365. വീണ്ടും 6x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5x എന്നല്ലേ? അതായത് 5x+15 ഈക്വൽ ടു 1365. കഴിഞ്ഞില്ല. ഈ 15 എടുത്ത് ഞാൻ വലത്തോട്ട് കൊണ്ടുപോകണേ. അതായത് 5x ഈക്വൽ ടു 1365 മൈനസ് 15 എന്ന് പറഞ്ഞിട്ടും മൈനസ് 15 എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാം. 5x ഈക്വൽ ടു 1365 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 1350 എന്ന് കിട്ടും. 1350 എന്ന് കിട്ടും. വീണ്ടും എക്സ് ഈക്വൽ ടു ഞാൻ ഇപ്പുറത്ത് മാറ്റി എഴുതുകയാണ്. എക്സ് ഈക്വൽ ടു 5 അങ്ങ് താഴെ പോലെ, അതായത് 1350 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. 5ൽ 5 ഒരു പ്രാവശ്യം, 13ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. ബാക്കി 35ൽ 7 പ്രാവശ്യം 0. അതായത് നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 270 എന്ന് പറഞ്ഞു കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി? 270 എന്ന് പറഞ്ഞു കിട്ടി. ശരി, നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ ചെറിയ സംഖ്യ ഏതെന്നല്ലേ? ചെറിയ സംഖ്യയല്ലേ? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആയിട്ടല്ലേ എടുത്തേ? അപ്പോൾ നമുക്ക് കിട്ടിയത് തന്നെയാണ് ആൻസർ. ചെറിയ സംഖ്യയായ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 270 ആണ്. ചെറിയ സംഖ്യയായ എക്സ് എന്ന് പറഞ്ഞാൽ 270 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്? 270 ആണ്. 270. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വരാമോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വരാം. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 സംഖ്യകളുടെ വ്യത്യാസം 1365 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1365. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതിൽ വലിയ സംഖ്യയെ ഞാൻ y എന്നും വലിയ സംഖ്യയെ y എന്നും ചെറിയ സംഖ്യയെ ഞാൻ x എന്നും പറഞ്ഞെടുക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. വലിയ സംഖ്യയാണ് y, ചെറിയ സംഖ്യ x. അപ്പൊ അവന്മാര് തമ്മിലുള്ള വ്യത്യാസം y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട്? 1365 എന്ന് തന്നിട്ടുണ്ട്. 1365 തന്നിട്ടുണ്ട്. ക്ലിയർ ആണേ? ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ സംഖ്യയായ y-നെ ചെറിയ സംഖ്യയായ x കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 15 ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഹാര്യം എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? എക്സും 6ഉം കൂടെ ഗുണിക്കും. അതായത് y ഈക്വൽ ടു നമുക്ക് പറയാം y ഈക്വൽ ടു എക്സും 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 6x പ്ലസ് ശിഷ്ടമായ 15. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? y അല്ലേ? ഈ y എടുത്തല്ലേ? y എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എത്രയെന്ന് അറിയാം? 6x പ്ലസ് 15 നമുക്കറിയാലോ. ഈ 6x പ്ലസ് 15 എവിടെ എടുത്തു കൊടുക്കാം? ആദ്യത്തെ ഇക്വേഷനിലുള്ള yക്ക് പകരം ഇട്ട് കൊടുക്കാം. അവിടെ yക്ക് പകരം ഇട്ട് കൊടുക്കുമ്പോൾ y മാറിയിട്ട് അവിടെ 6x പ്ലസ് 15 എന്നായി. ഇനി അവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു മൈനസ് എക്സ് ഉണ്ട്. അപ്പൊ മൈനസ് എക്സ് ഈക്വൽ ടു 1365. ക്ലിയർ ആണേ? 6x നിന്ന് 1x കുറയ്ക്കുമ്പോൾ എത്ര എക്സ് ഉണ്ട്? 5x. അതായത് 5x ഈക്വൽ ടു ഈ 15 വലത്തോട്ട് പോകുമ്പോൾ 1365 മൈനസ് 15 എന്നാകും. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ 5x ഈക്വൽ ടു 1365 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 1350 എന്ന് പറഞ്ഞു കിട്ടും. എക്സ് ഈക്വൽ ടു 1350 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 5ൽ 5 ഒരു പ്രാവശ്യം, 13ൽ 5 2 പ്രാവശ്യം, 35ൽ 7 പ്രാവശ്യം 0. അതായത് നമുക്ക് എല്ലാവർക്കും കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി? 270 എന്ന് പറഞ്ഞു കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ചെറിയ സംഖ്യ എന്നല്ലേ എടുത്തത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? എങ്കിൽ ചെറിയ സംഖ്യ എന്നല്ലേ? ചെറിയ സംഖ്യ നമുക്ക് കിട്ടി. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 270 ആണ്. 270 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതേ മോഡലിലുള്ള ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാമോ? ഒരു ചോദ്യം കൂടെ. ചോദ്യം ചോദ്യം 2 സംഖ്യകളുടെ വ്യത്യാസം
1255 നേരത്തെ പോലെ തന്നെ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1255 വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 7 ശിഷ്ടം 13 ലഭിക്കും. എങ്കിൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. പറഞ്ഞു നോക്കാം. അപ്പോൾ ഞാൻ വലിയ സംഖ്യയെ ഞാൻ y എന്ന് പറഞ്ഞെടുക്കും, ചെറിയ സംഖ്യയെ x എന്ന് പറഞ്ഞെടുക്കുന്നു. വലിയ സംഖ്യ y ആണ്, ചെറിയ സംഖ്യ x. വലിയ സംഖ്യ y ആണ്, ചെറിയ സംഖ്യ x. അപ്പോൾ ഇവന്മാർ തമ്മിലുള്ള വ്യത്യാസം, അതായത് y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട്? 1255 എന്ന് പറഞ്ഞിട്ട് 1255. ക്ലിയർ ആണേ? ഇനി അടുത്തെന്താ തന്നിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് എന്താണ്? വലിയ സംഖ്യയായ y-നെ, വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ, ചെറിയ സംഖ്യയായ x കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എത്രയാണ്? 7. കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 13. ഓക്കെയാണ്. ശരി, നമ്മൾ എങ്ങനെ പറയും? ഡിവിഡൻഡായ, നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിക്കണം. അതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ശിഷ്ടം കൂട്ടിയാൽ മതി. അതായത് ഡിവിഡൻഡായ ഹാര്യമായ y എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? എക്സും 7 തമ്മിൽ ഗുണിക്കണം. എക്സും 7 തമ്മിൽ ഗുണിക്കുമ്പോൾ 7x എന്ന് കിട്ടും. അതിൻ്റെ കൂടെ എത്ര കൂട്ടി പറയും? ശിഷ്ടമായ 13 അങ്ങ് കൂട്ടി പറയും. ഓക്കെയാണ്. ഈ കിട്ടിയ y എടുത്ത് എവിടെ ഇട്ട് കൊടുക്കും? ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. y-ന് പകരം നമ്മൾ ഇനി എന്ത് പറയും? 7x plus 13 എന്ന് പറയും y-ക്ക് പകരം. അതായത് ഒന്നാമത്തെ ഇക്വേഷനിലുള്ള y-ക്ക് പകരം y മാറ്റിയിട്ട് അവിടെ എന്താക്കി കൊടുത്തു? 7x plus 13 എന്നാക്കി. അതിൽ നിന്ന് എന്ത് കുറയ്ക്കും? -x ഈക്വൽ ടു 1255. ക്ലിയർ ആണ്? 7x-ന്ന് x കുറയ്ക്കുമ്പോൾ നമുക്ക് പറയാം 6x പ്ലസ് 13 ഈക്വൽ ടു 1255. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ പറയാം 6x ഈക്വൽ ടു 1255 മൈനസ് ആ 13 ഇപ്പുറത്ത് വന്നപ്പോൾ -13 എന്നായി. വീണ്ടും 6x ഈക്വൽ ടു 1255 13 കുറയ്ക്കുമ്പോൾ 1242 എന്ന് പറഞ്ഞിട്ടും. ക്ലിയർ ആണ്? x ഈക്വൽ ടു 1242/6. 6ൽ 6 ഒരു പ്രാവശ്യം, 12ൽ 6 2 പ്രാവശ്യം. ഇനി 42 ഒരുമിച്ച് എടുക്കണോണ്ട് 0 ഇട്ട് കൊടുക്കണം. 7 നമുക്ക് കിട്ടി. x എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി? 207. നിസ്സംശയം പറയാം ചെറിയ സംഖ്യ നമ്മൾ ആദ്യം എടുത്ത x എന്ന് പറയുന്നത് എന്താണ്? ചെറിയ സംഖ്യയല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ ഏതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 207 എന്ന് പറഞ്ഞിട്ടും. 207. ക്ലിയർ ആണ്? അടുത്തൊരു ചോദ്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ചോദ്യം. ഈ മോഡലുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഈ കഴിഞ്ഞ 2 ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണം. ഈ ചോദ്യം ഒന്ന് പകർത്തി എഴുതിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഈ ചോദ്യം ഒന്ന് എഴുതിയെടുക്കുക, നിങ്ങളുടെ ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതിയെടുക്കുക. എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന സൊല്യൂഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ? അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്. വീഡിയോ പോസ് ചെയ്യാൻ മറക്കല്ലേ. 2 സംഖ്യകളുടെ വ്യത്യാസം 2345 ആണ്. 2 സംഖ്യകളുടെ വ്യത്യാസം 2345 ആണ്. വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 13 ഹരണഫലം 13 5 ശിഷ്ടമായും ലഭിക്കുന്നു. 5 ശിഷ്ടമായിട്ടും ലഭിക്കുന്നു. എങ്കിൽ ചെറിയ സംഖ്യ എത്രയാണ്? നേരത്തെ പോലെ. അപ്പോൾ നമുക്ക് പറഞ്ഞു വരാം. വലിയ സംഖ്യയെ ഞാൻ y എന്നും ചെറിയ സംഖ്യയെ ഞാൻ x എന്നും പറഞ്ഞെടുക്കുന്നു. ശ്രദ്ധിച്ച് ഒന്നുകൂടെ. വലിയ സംഖ്യയാണ് y, വലിയ സംഖ്യയെ y എന്നും ചെറിയ സംഖ്യ x എന്നും പറഞ്ഞെടുക്കുന്നു. ഇവന്മാര് തമ്മിലുള്ള വ്യത്യാസം y മൈനസ് എക്സ് അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2345 എന്ന് തന്നിട്ടുണ്ട്. 2345. അപ്പോൾ വലിയ സംഖ്യ y ആണ്, ചെറിയ സംഖ്യ x ആണ്. വലുതിന്ന് ചെറുത് കുറയ്ക്കുന്നു. അല്ലെങ്കിൽ ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2345 ആണ്. നേരത്തെ പടി പറഞ്ഞു വരാം. വലിയ സംഖ്യയെ ചെറുത് കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് വലിയ സംഖ്യയായ y-നെ ചെറിയ സംഖ്യയായ x കൊണ്ട് ഹരിക്കുമ്പോൾ
കിട്ടുന്ന ഹരണഫലം എത്രയാണ്? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 13 ഹരണഫലം 13 കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 5 ശിഷ്ടമായിട്ടും കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡിവിഡന്റ് ഹാര്യം എന്ന് പറഞ്ഞാൽ ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിക്കണം. അതിന്റെ കൂടെ എന്ത് കൂട്ടിക്കൊടുക്കണം? റിമൈൻഡർ കൂട്ടിക്കൊടുക്കണം, ശിഷ്ടം കൂട്ടിക്കൊടുക്കണം. അതായത് ഇവിടത്തെ ഹാര്യമായ അല്ലെങ്കിൽ ഡിവിഡന്റായ y എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഡിവൈസറും കോഷ്യന്റും തമ്മിൽ ഗുണിക്കും. അതായത് എക്സും 13 കൂടെ ഗുണിക്കുമ്പോൾ 13x എന്ന് കിട്ടും. തീർന്നില്ല, അതിന്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? ശിഷ്ടം കൂടെ അങ്ങ് കൂട്ടിക്കൊടുക്കും. ക്ലിയർ ആയി? അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? y-നെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. y എന്ന് പറഞ്ഞാൽ എന്താണ്? 13x + 5 എന്നല്ലേ? ഈ y എടുത്ത് മേളത്തെ ഇക്വേഷനിൽ അങ്ങ് ഇട്ടുകൊടു. y-ക്ക് പകരം 13x + 5 ഇട്ട് കൊടുക്കുമ്പോൾ y-ക്ക് പകരം 13x + 5 ഇട്ട് കൊടുത്തു. അതിൽ നിന്ന് x കുറച്ചു ഈക്വൽ ടു 2345 എന്ന് പറയാം. വീണ്ടും 13x x കുറയ്ക്കുമ്പോൾ 12x + 5 ഈക്വൽ ടു 2345 എന്ന് പറഞ്ഞിട്ടും വീണ്ടും 12x എന്ന് പറയുമ്പോൾ 5 അപ്പുറത്ത് പോയി കുറയുമ്പോൾ 2340 എന്ന് പറഞ്ഞിട്ടും 2340 x എന്ന് പറഞ്ഞാൽ 2340 ഡിവൈഡഡ് ബൈ 12 എന്നാണ്. ഡിവൈഡഡ് ബൈ 12 4 കൊണ്ട് വെട്ടുകയാണെങ്കിൽ 4 3 പ്രാവശ്യമുണ്ട്. ഇവിടെ 4 5 പ്രാവശ്യമുണ്ട്. ബാക്കി 34 4 8 പ്രാവശ്യമുണ്ട്. 20 5 പ്രാവശ്യമുണ്ട്. വീണ്ടും 3 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ 1 പ്രാവശ്യം. 5 3 1 പ്രാവശ്യം. ബാക്കി 28 3 9 പ്രാവശ്യം. ബാക്കി 15 നമുക്ക് കിട്ടി 195 എന്ന് പറഞ്ഞിട്ടും 195 എന്ന് പറഞ്ഞിട്ടും. അതായത് നമുക്ക് പറയാം ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ നമ്മൾ എക്സിനെ ചെറുതെന്നല്ലേ പറഞ്ഞെടുത്ത്. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 195 എന്ന് പറഞ്ഞിട്ടും. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 195 ആണ്. ഓക്കെ ആണോ? ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാമോ? ചോദ്യം വീണ്ടും. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1085 ആണ്. വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 8 ആയും 7 ശിഷ്ടമായും ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇത് മനസ്സിലായെങ്കിൽ ആദ്യത്തെ 3 ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. സിമ്പിളാണ്. അപ്പോൾ അതേപടി ഈ ചോദ്യം കൂടെ ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ആൻസർ വന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇത്രയും ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു. ആ 3 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ചെയ്യില്ലേ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു നല്ല ചോദ്യവുമായിട്ട് ഈ ഒരു ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ആ ഡിവിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റൂൾ നന്നായിട്ടൊന്ന് മനസ്സിലായിക്കോളേ. ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ സംഖ്യകളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.